ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. സാധാരണ മാഷ്മെല്ലോ ഗൾഫിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുമ്പോഴാണ് കഴിക്കൽ. പക്ഷേ മാഷ്മെല്ലോക്ക് നാട്ടിൽ കിട്ടും, പക്ഷേ പോയി നോക്കിയാൽ നല്ല വിലയാണ്, അതുകൊണ്ട് വാങ്ങാൻ തോന്നില്ല. പക്ഷെ അങ്ങനെയാണ് മാസ്റ്റർ പീസിൽ ആദിൽ വീഡിയോ ഇടുന്നത്. അപ്പോൾ കണ്ടപ്പോൾ നല്ല സിമ്പിളാണ്, ഉണ്ടാക്കി നോക്കിയാലോ എന്നൊരു ഇതുണ്ട്. പക്ഷേ ട്രൈ ചെയ്തിട്ട് സക്സസ് ആവുമോ, ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ ഒന്നും അറിയില്ലല്ലോ. കാരണം പലരെ വീഡിയോ കാണുമ്പോഴും ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല. അപ്പോൾ കണ്ടപ്പോൾ പെർഫെക്റ്റ് ആണ്, പക്ഷേ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മളെ തസ്രീത്ത് ഉണ്ടല്ലോ, തബസ്സും കിച്ചൻ, അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമ്മൾ നാട്ടിൽ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് വീട്ടിലുണ്ടാക്കുമ്പോൾ എന്ന്. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമല്ലോ വിചാരിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ തസ്രീത്ത് ഉണ്ടാക്കുന്ന രീതിയൊക്കെ ഒന്ന് പറഞ്ഞു തന്ന്, അതുപോലെ ആദിലിൻ്റെ ആ ഒരു റെസിപ്പി നോക്കി. പക്ഷേ ആദിലുണ്ടാക്കുമ്പം ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടാക്കി, അപ്പോൾ ഒരൊറ്റ പാക്കല്ലേ വേണ്ടേ. അപ്പോൾ അവൻ്റെ ആ ഒരു ക്വാണ്ടിറ്റീനെ ഞാൻ എൻ്റെ ഒരു മെഷർമെൻറ്റ് രീതിയിൽ ഒന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടോ, പെർഫെക്റ്റ് ആയെന്ന് മാത്രമല്ല നല്ല അടിപൊളി ടേസ്റ്റും, നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ സംഭവം കിട്ടി. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഉണ്ടാക്കാൻ ഇങ്ങനെ എത്ര സിമ്പിളായിരിക്കും എന്നുള്ള ഒട്ടും പ്രതീക്ഷയില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ, നല്ല ടേസ്റ്റാണ് സംഭവം കേട്ടോ. ടേസ്റ്റ് മാത്രമല്ല, വലിയ ചിലവുമില്ല. ഒരു പാക്ക് ജെലറ്റിനും പിന്നെ കുറച്ച് പഞ്ചസാര ഉണ്ടായാൽ മതി. ബാക്കി കുറച്ച് വനില എസൻസും കൂടി അതിന് ടേസ്റ്റിന് വേണ്ടി ഒഴിച്ചു കൊടുക്കുക. പക്ഷെ വനില എസൻസ് നിർബന്ധം കേട്ടോ, കാരണം അതിനൊരു ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. മറ്റു പിന്നെ ജെലറ്റിനും പഞ്ചസാരയും മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ വനില എസൻസും നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ ആ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു പാക്ക് ജെലറ്റിനാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ജെലറ്റിൻ വാങ്ങുമ്പോൾ മാക്സിമം ഹലാൽ നെയ്തിട്ടുള്ള ജെലറ്റിൻ വാങ്ങുക. ഇതിലതില്ലായിരുന്നു, പക്ഷേ ഞാനത് നേരത്തെ വാങ്ങി വെച്ചതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചെന്നുള്ളൂ. ജെലറ്റിൻ വാങ്ങുമ്പോൾ ഹലാൽ തന്നെ വാങ്ങുക കേട്ടോ, കാരണം ജെലറ്റിന് യൂസ് ചെയ്യുന്നത് ഈ മൃഗങ്ങളുടെ കൊഴുപ്പിൽ നിന്ന് അങ്ങനെ എന്തൊക്കെയാണ് ജെലറ്റിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് ഹലാലാക്കി തന്നെ കിട്ടണം. അത് മുസ്ലിംസ് യൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായി നോക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു അരക്കപ്പിൽ ഞാൻ ഇട്ട് നോക്കുന്നുണ്ട്. കാരണം ആ ഒരു 50 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് എത്രയോ വരുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് പഞ്ചസാര എടുക്കേണ്ടത്. പക്ഷേ അരക്കപ്പിലിട്ടപ്പം അരക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ചെറിയ കപ്പ് ആ കപ്പിലോട്ട് പിന്നെ ഞാൻ ജെലറ്റിൻ മാറ്റി കൊടുത്തതാണ്. അപ്പോൾ ആ അളവിൽ കപ്പില്ലെങ്കിൽ പ്രശ്നമാക്കണ്ട, നിങ്ങൾക്കുള്ള ഏത് പാത്രമാണോ അതിന് അളവെടുത്താൽ മതി. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇതേ കപ്പിൽ തന്നെയാണ് ചൂടുള്ള വെള്ളം അതേ അളവിൽ ഒഴിച്ചിട്ട് കൊടുക്കുക. 2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിലൊന്ന് പിന്നെ ഒന്ന് മെൽറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ചൂടുള്ള വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ജെലറ്റിനൊന്ന് കട്ടായിക്ക് വരും, പക്ഷേ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തെടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഏത് പാത്രത്തിലേക്കാണോ എടുക്കുന്നത് ആ പാത്രം എടുത്ത് വെക്കുക, അല്ലാതെ നേരെ തന്നെ സ്റ്റൗവിലോട്ട് കത്തിക്കാൻ വരരുത്. ഇത് നമ്മൾ അളവ് എടുത്ത് റെഡി ആക്കിയതിന് ശേഷം മാത്രം സ്റ്റൗവിലിട്ട് കത്തിച്ചാൽ മതി. അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ ജെലറ്റിൻ അളന്നിട്ടുള്ളത് ആ ഒരു സെയിം കപ്പിൽ തന്നെ 6 കപ്പ് പഞ്ചസാരയാണ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനൊരു പിഷ്കും കുറക്കണ്ട. മാക്സിമം വേണമെങ്കിൽ ഒരു 5.5 കപ്പ് 5 കപ്പെങ്കിലും എന്തായാലും വേണം. പക്ഷേ ആ ഒരു മധുരം നല്ലപോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ 6 കപ്പ് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ 5 കപ്പായാലും മതി. കുറച്ച് മധുരം കുറച്ചെടുക്കാമെന്നുണ്ടെങ്കിൽ അതിൽ കുറയ്ക്കരുത് കേട്ടോ. അതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു കപ്പിൽ തന്നെ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 6 കപ്പ് പഞ്ചസാരയിലേക്ക് 2.5 കപ്പ് വെള്ളം. എന്നിട്ട് ഇത് നേരെ നമ്മൾ സ്റ്റൗവിൽ വെക്കുക. ഇത് നല്ലപോലെ തിളച്ച് ഒരു നൂൽ പരുവാവും. നമ്മൾ കൈ കൊണ്ട് തൊട്ട് വെക്കാൻ തന്നെ അറിയാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം തിളക്കുന്ന സമയത്ത് ഇച്ചിരി വെള്ളം ഗ്ലാസ്സിലെടുത്തിട്ട് ആ ഗ്ലാസ്സിൽ ഈ ഒരു ഇത് ഇട്ട് മുക്കിങ്ങോട്ട് എടുക്കുമ്പോൾ കുറച്ച് കയ്യിലൊന്ന് തടയാൻ മാത്രമുള്ള ഒരു ഇതുണ്ടാവും. അപ്പോൾ ആ ഒരു ലെവലാണ് അത് നമുക്ക് അറിയാൻ പറ്റും. നല്ലോണം തിളച്ച് വരുമ്പോൾ നല്ല ബബിൾസ് ഉണ്ടാവും. ആ ഒരു സമയത്താണ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം നല്ലോണം തിളച്ച് വരുമ്പം ആ ഒരു പിന്നെ ലായനിയുടെ അവസ്ഥ ഇതുപോലൊക്കെ ആവും. കണ്ടോ, അതിങ്ങനെ മുകൾക്ക് പൊന്തിക്കുന്ന സമയത്ത് നൂല് പോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ആ ഒരു ജെലറ്റിൻ്റെ മിക്സാക്കി പിന്നെ അരിയാൻ വേണ്ടി വെച്ചത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തീയൊക്കെ നല്ല ഫ്ലെയിമിൽ തന്നെയുള്ളത്, ഫ്ലെയിമൊന്നും കുറക്കുന്നില്ല. ആ ഇത് ഒഴിക്കുന്ന സമയത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് പതക്കും, അതൊന്നും പ്രശ്നമാക്കണ്ട. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് തീ കുറച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കൂടിയും വെച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം.
അടുത്തത് പിന്നെ ഇതൊന്ന് ആ ഒരു ചൂടിൽ തന്നെ നല്ലപോലെ ബീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുക. കാരണം അത് നോൺ സ്റ്റിക്ക് അല്ലേ, അത് നല്ല ചൂടുണ്ടാവും ആ പാത്രം. അപ്പോൾ നമ്മൾ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ അത് നല്ല നൂല് പോലെ ആയിരിക്കും ഈ സംഭവം പിന്നെ കിടക്കുന്നത്. അവിടെ നമ്മുടെ ടേബിൾ മേലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതവിടെ സ്റ്റിക്കായി തന്നെ കിടക്കും. അപ്പോൾ പിന്നെ അതൊന്ന് ആവാണ്ട് തന്നെ ചെയ്യുക. പിന്നെ നല്ല പോലെ ബീറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ഫ്ലഫിയായി ഒരു പത പോലെ തന്നെ വരും. നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന ബാറ്റർ ഇല്ലേ, അതുപോലെ തന്നെ വരും. അപ്പോൾ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം 2 ലെയർ ആണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കാം. പക്ഷേ എനിക്കിത് കംപ്ലീറ്റ് ഒരൊറ്റ കളറിൽ കഴിക്കാനായിരുന്നു ഒരു ടേസ്റ്റായി തോന്നുക. കാരണം മറ്റുള്ള കളറൊക്കെ ഒരു വൃത്തിയില്ലാത്ത പോലത്തെ നിൽക്കുന്നതുകൊണ്ടേ ഞാൻ ഒരൊറ്റ കളറ് കംപ്ലീറ്റ് അങ്ങോട്ട് ആഡ് ചെയ്തതായിരുന്നു. അപ്പോൾ നീല കളർ മാത്രം യൂസ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ വനില എസൻസും ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നല്ലോണം അങ്ങോട്ട് ബീറ്റ് കഴിഞ്ഞാൽ ആ ഒരു കേക്കിൻ്റെ ബാറ്റർ പോലെ തന്നെ കിടക്കും. എന്നിട്ട് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് നിർത്തി വെക്കാം. എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കണം. പക്ഷേ ആ ഒരു പാത്രത്തിൽ നിന്ന് ഇതൊന്ന് സ്റ്റിക്കായി കിടക്കുക എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. കാരണം ഞാൻ ഇത് ഒഴിച്ചുന്ന സമയത്ത് ബട്ടർ തേച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും എവിടെ ഏറ്റിട്ടില്ല. അപ്പോൾ നല്ലപോലെ ഓയിൽ തന്നെ ഏത് പാത്രത്തിലാണോ ഒഴിക്കുന്നത് ആ പാത്രത്തിൽ നല്ലോണം പോലെ ഓയിൽ ഒഴിച്ചിട്ട് വേണം ഈ ഒരു ഇത് സെറ്റ് ചെയ്യാൻ. ഞാനിത് നല്ലപോലെ ഞങ്ങളുടെ സ്റ്റിക്കാവുന്ന അത്രയ്ക്ക് അങ്ങോട്ട് പ്രതീക്ഷയില്ല കേട്ടോ. അപ്പോൾ ചെറുങ്ങനെ തൂക്കിയിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ആദിലിനോട് തന്നെ ചോദിച്ചു എങ്ങനെയായിരുന്നു നീ അത് സെറ്റ് ചെയ്യുക. അപ്പോൾ അവൻ പറഞ്ഞു ഓയിൽ തേച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ അവൻ ഒഴിച്ച പാത്രം ഇങ്ങനത്തെ ആയിരുന്നു. ഞാൻ ഗ്ലാസ്സിലാണല്ലോ ഒഴിച്ചത്. പിന്നെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അത് കുറച്ച് ഒരു ഫിനിഷിംഗ് ഉള്ളൊരു പാത്രമാണ്. അപ്പോൾ അതിൽ ഒഴിച്ചാലും ഒന്നുകൂടി പെട്ടെന്ന് കിട്ടുമായിരുന്നു തോന്നി. പക്ഷേ ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ചുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ നല്ല പെടാപ്പാട് പെട്ടിട്ടുണ്ട്. കട്ട് ചെയ്ത് തന്നെയായി എടുത്തത്. സെൻട്രൽ പോർഷനാണ് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് എടുത്തിരുന്നു. പിന്നെ കത്തി കൊണ്ടൊന്നും മുറിക്കാൻ പറ്റുന്നില്ല, കാരണം അത് സ്റ്റിക്കാവുന്നുണ്ട്. അപ്പോൾ കത്രിക യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്താണ് ചെയ്തത്. അപ്പോൾ നല്ല രീതിയിൽ പെർഫെക്റ്റായി കട്ട് ചെയ്യാനൊക്കെ പറ്റും. കട്ട് ചെയ്യാനൊക്കെ രസമുണ്ട്, പക്ഷേ കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി കൊണ്ട് ചെയ്യുന്ന സമയത്ത് കത്തിമേൽ സ്റ്റിക്കാവുക. പിന്നെ ഇത് എടുക്കുന്ന സമയത്ത് കോൺഫ്ലോർ അതിന് മുകളിൽ ഒഴിച്ചു ഒന്ന് തൂക്കി കൊടുക്കണം, എന്നാൽ സ്റ്റിക്കാവില്ല. ഈ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നമുക്ക് ഷുഗർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കോൺഫ്ലോർ ആകുമ്പോൾ അലിയൊന്നുമില്ല, അതൊന്നും പെർഫെക്റ്റായി അങ്ങനെ കിടക്കും. പിന്നെ അത് എല്ലാ ദിവസമൊന്നും എടുത്തു വെക്കാനുണ്ടായില്ല. 2 ദിവസം കൊണ്ട് മക്കളത് തീരുമാനമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര ദിവസം നമ്മൾ ഹോം മെയ്ഡ് ആയതുകൊണ്ട് എത്ര ദിവസം ഉണ്ടാക്കി നിൽക്കുന്നുള്ളത് അറിയില്ല. കാരണം പ്രത്യേകിച്ചും ചൂടാകുന്ന സമയത്ത് കുറേയൊക്കെ കഴിയുമ്പോൾ അത് മെൽറ്റ് ആവാറുണ്ട്. അപ്പോൾ അത് എത്ര ദിവസം നിൽക്കുന്ന അറിയില്ല കേട്ടോ. പക്ഷേ അത് ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സായിട്ട് ഇവിടെ തന്നെ എത്തുന്നതായിരിക്കും. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.